സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 2025 ജൂലൈ മാസത്തിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. ജൂൺ വരെയുള്ളത് ഓൾറെഡി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത്, സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നു ആറളം വന്യജീവി സങ്കേതം. അപ്പോ സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാകാൻ ഒരുങ്ങുന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാകുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. അടുത്ത പോയിന്റ്, ഗുജറാത്തിലെ കച്ചിൽ ഹരപ്പൻ സംസ്കാരത്തിന് 5000 വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തി. അപ്പോ ഹരപ്പൻ സംസ്കാരത്തിന് 5000 വർഷം മുമ്പുള്ള ജനവാസം കണ്ടെത്തിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്തിലെ കച്ചിലാണ്. ഹരപ്പൻ സംസ്കാരത്തിന് 5000 വർഷം മുമ്പുള്ള ജനവാസ കേന്ദ്രമാണ് ഗുജറാത്തിലെ കച്ചില് കണ്ടെത്തിയത്. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇന്റലിജൻസ് സർവീസിനെ നയിക്കുന്ന ആദ്യ വനിതയാകുന്നു ബ്ലെയ്സ് മെട്രവേലി. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇന്റലിജൻസ് സർവീസിനെ നയിക്കുന്ന ആദ്യ വനിതയാണ് ബ്ലെയ്സ് മെട്രവേലി. ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്തെത്തി ഇന്ത്യക്കാരനായ അശോക് എള്ളുസ്വാമി. ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്തെത്തിയ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അശോക് എള്ളുസ്വാമി. ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്തെത്തിയ ഇന്ത്യക്കാരനാണ് അശോക് എള്ളുസ്വാമി. മാലദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി കത്രീന കൈഫ് നിയമിതയായി. മാലദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായിട്ട് നിയമിതയായത് ആരാണ്? കത്രീന കൈഫാണ് മാലദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായിട്ട് നിയമിതയായത്. G7 ഉച്ചകോടി കാനഡയിൽ നടന്നു. അപ്പൊ 2025 G7 ഉച്ചകോടി നടന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കാനഡയാണ്. G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? കാനഡയാണ്. ഇനി G7 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ. G7 7 രാജ്യങ്ങൾ. US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നിവയാണ് G7 രാജ്യങ്ങൾ. ഇപ്പൊ 2025 G7 ഉച്ചകോടി നടന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ കാനഡയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് ഡി രചന ചുമതലയേറ്റു. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് ചുമതലയേറ്റത് ഡി രചനയാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ നെല്ലിക്ക. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതി ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് കമ്പനിക്ക് ലഭിച്ചു. ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏത് എന്ന് ചോദിച്ചാൽ സ്റ്റാർലിങ്ക്. ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് സ്റ്റാർലിങ്ക്. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി ഡിജിപിൻ ആവിഷ്കരിച്ച തപാൽ വകുപ്പ്. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ഡിജിപിൻ ഫുൾ ഫോം നോട്ട് ചെയ്യുക. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നതാണ് ഡിജിപിൻ. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായിട്ട് ഡിജിപിൻ ആവിഷ്കരിച്ചത് തപാൽ വകുപ്പാണ്. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. കാനഡ, ക്രൊയേഷ്യ,
സൈപ്രസ് സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടു. ഏതൊക്കെ രാജ്യങ്ങളാണ്? കാനഡ, ക്രൊയേഷ്യ, സൈപ്രസ്. ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം 146 കോടി കടക്കുമെന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ ജനസംഖ്യ എത്ര കോടി കടക്കുമെന്നാണ്? 146 കോടിയാണ്. 146 കോടി. വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി കർണാടക. വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. അടുത്തത്, ആക്സിയം 4 വിക്ഷേപണ ദൗത്യം വിജയകരം. ദൗത്യത്തിന്റെ പേര് ആക്സിയം 4. 41 വർഷത്തിന് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. എത്ര വർഷത്തിന് ശേഷമാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്തെത്തിയത്? 41 വർഷത്തിന് ശേഷമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ശുഭാംശു ശുക്ലയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ. ആദ്യം എത്തിയതാരാണ്? രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. സാങ്കേതിക തകരാറുകളും കാലാവസ്ഥ പ്രശ്നങ്ങളും നിമിത്തം 6 പ്രാവശ്യം നിർത്തിയ ദൗത്യമാണ് 2025 ജൂൺ 25 യാഥാർത്ഥ്യമായത്. അപ്പോൾ ആക്സിയം 4 മിഷന്റെ വിക്ഷേപണ തീയതി ഏതാണ്? 2025 ജൂൺ 25 ആണ്. 2025 ജൂൺ 25. 6 പ്രാവശ്യം നിർത്തിയ ദൗത്യമാണ് യാഥാർത്ഥ്യമായത്. ആക്സിയം 4 വിക്ഷേപണ ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് എത്തിയത്. ഏത് ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് എത്തിയത് എന്ന് ചോദിക്കാം. ഏതാണ്? ആക്സിയം 4 ആണ്. ഈ ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റ് ആയിരുന്നു ശുഭാംശു ശുക്ല. മിഷൻ പൈലറ്റ്. ആക്സിയം 4 ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റ് ആയ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിക്കാം. ആരാണ്? ശുഭാംശു ശുക്ലയാണ്. പെഗ്ഗി വിൻസൻ, സ്ലോവോ സുസ്നാൻസ്കി, ടിബോർ കബു ഹംഗറി. രാജ്യങ്ങൾ ഓർക്കുക: അമേരിക്ക, പോളണ്ട്, ഹംഗറി എന്നിവരായിരുന്നു മിഷനിലെ മെമ്പേഴ്സ്. അടുത്തത്, സഞ്ചരിച്ച പേടകത്തിന് നൽകിയ പേര് ഗ്രേസ് എന്നാണ്. ഗ്രേസ്. സഞ്ചരിച്ച പേടകത്തിന് നൽകിയ പേരെന്താണ്? ഗ്രേസ് ആണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 50 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള രുദ്രാസ്ത്ര ഡ്രോണിന്റെ പരീക്ഷണം വിജയം. തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച 50 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഡ്രോണാണ് രുദ്രാസ്ത്ര. അടുത്ത ചോദ്യം, അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ച ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മനില. അർബുദത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ചത് റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മനിലയാണ്. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മനില. നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്നു. ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആരാണ്? ഋഷഭ് പന്താണ്. പോൾ വാൾട്ടിൽ 12ാം തവണയും ലോക റെക്കോർഡ് കുറിച്ച് സ്വീഡിഷ് താരം അർമാൻഡ് ഡ്യൂപ്ലാന്റീസ്. പോൾ വാൾട്ടിലെ 12ാം തവണയും ലോക റെക്കോർഡ് കുറിച്ച് സ്വീഡിഷ് താരം അർമാൻഡ് ഡ്യൂപ്ലാന്റീസ്. വനിതാ ടെന്നീസിലെ മുൻ ലോക 2ാം നമ്പർ താരം പെട്രോ കിറ്റോവ വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആരാണ്? പെട്രോ കിറ്റോവ. വനിതാ ടെന്നീസിലെ മുൻ ലോക 2ാം നമ്പർ താരമാണ് പെട്രോ കിറ്റോവ. മുൻ വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ മാർക്കേറ്റ വെൻഡോസോവയ്ക്ക് ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം. മാർക്കേറ്റ വെൻഡോസോവയ്ക്ക് ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം.
ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടത്തിന് അർഹയായ മുൻ വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ ആരാണ്? മർക്കേറ്റ വെൻഡോസോവയ്ക്കാണ്. നടൻ മോഹൻലാലിനെ ആദരിച്ച് ശ്രീലങ്കൻ പാർലമെന്റ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചാൽ ആര്യാടൻ ഷൗക്കത്ത്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് 50,000 രൂപയുടേതാണ് പുരസ്കാരം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ അക്ഷരമുദ്ര പുരസ്കാരത്തിന് അർഹനായത് ആര് എന്ന് ചോദിച്ചാൽ ശ്രീകുമാരൻ തമ്പിയാണ്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ അക്ഷരമുദ്ര പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. 1960കളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന നടൻ GP രവി അന്തരിച്ചു. അടുത്തിടെ അന്തരിച്ച 1960കളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന നടൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? GP രവി. ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് പ്രമുഖ ന്യൂറോളജിസ്റ്റും എഴുത്തുകാരനുമായ ഡോക്ടർ ഷാജി പ്രഭാകരൻ. അപ്പോൾ ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡിന് അർഹനായ പ്രമുഖ ന്യൂറോളജിസ്റ്റും എഴുത്തുകാരനും ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ ഷാജി പ്രഭാകർ. ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡിനാണ് അർഹനായത്. അടുത്തത്, ഈ വർഷത്തെ P. കേശവദേവ് സാഹിത്യ പുരസ്കാരം ശശി തരൂർ MP-യുടെ വൈ ഐ ആം ഹിന്ദു, ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ്സ് എന്നീ പുസ്തകങ്ങൾക്ക്. ഈ വർഷത്തെ P. കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ ശശി തരൂറിന്റെ കൃതികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? വൈ ഐ ആം ഹിന്ദു, ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ്സ് എന്നീ 2 പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങൾ ആരുടേതാണ്? ശശി തരൂറിൻ്റെതാണ്. P. കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിനാണ് അർഹമായത്. പുസ്തകങ്ങളുടെ പേര് ഓർക്കുക: വൈ ഐ ആം ഹിന്ദു, ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ്സ്. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാകുന്നു ഒമാൻ. വ്യക്തികളിൽ നിന്നും ആദായ നികുതി ഈടാക്കുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഒമാനാണ്. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ന്യൂഡൽഹിയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആദ്യത്തെ അസംബ്ലിക്ക് വേദിയാകുന്ന നഗരം ന്യൂഡൽഹി. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് 71ാം സ്ഥാനം, സ്വീഡന് 1ാം സ്ഥാനം. അപ്പൊ വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സ്വീഡൻ. ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തേതാണ്? 71ാം സ്ഥാനമാണ്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം സ്വീഡൻ. ഇന്ത്യയുടെ സ്ഥാനം 71ാം സ്ഥാനം. ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലീവബിലിറ്റി ഇൻഡെക്സിൽ ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനാണ് 1ാം സ്ഥാനത്ത്. ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലീവബിലിറ്റി ഇൻഡെക്സിൽ ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനാണ് 1ാം സ്ഥാനത്ത് എത്തിയത്. മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിളാണ് ഹരിതവാഹിനി. അപ്പൊ മാലിന്യം നീക്കാനായിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ, ഏത് കോർപ്പറേഷനാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിളിന്റെ പേരെന്താണ്? ഹരിതവാഹിനി. ഷാങ്ഹായ് സഹകരണ സംഘടന യോഗം ചൈനയിൽ നടന്നു. ഷാങ്ഹായ് സഹകരണ സംഘടന യോഗം നടന്നത് എവിടെയാണ്? ചൈനയിൽ. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല ഏതാണ്? കോട്ടയമാണ്. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ലയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കോട്ടയം ജില്ലയാണ്. പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ലയാണ് കോട്ടയം. ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡേറ്റ സെന്റർ നിലവിൽ വരുന്നത്.
ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത്. തെലങ്കാനയിലെ നിസാമാബാദിലാണ് നാഷണൽ ടർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നാഷണൽ എന്ത് ബോർഡാണ്? ടർമറിക് ബോർഡ്. തെലങ്കാനയിലെ നിസാമാബാദിലാണ് നാഷണൽ ടർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ നൈറ്റ് ഹാമർ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ നൈറ്റ് ഹാമർ. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് ബോങ് ജുൻ ഹോ സംവിധാനം ചെയ്ത പാരസൈറ്റ് എന്ന കൊറിയൻ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ്? പാരസൈറ്റ് എന്നത് ഏത് ഭാഷയിലുള്ള ചിത്രമാണ്? കൊറിയൻ ചിത്രം. സംവിധാനം ചെയ്തത് ആരാണ്? ബോങ് ജുൻ ഹോ. അപ്പൊ ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പാരസൈറ്റ് സംവിധാനം ചെയ്തത് ബോങ് ജുൻ ഹോ. ഭാഷ കൊറിയൻ ഭാഷയിലെ ചിത്രമാണ്. ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ആനന്ദിൽ. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർപ്പപാഠം. പദ്ധതിയുടെ പേര് സർപ്പപാഠം. സ്കൂളുകളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ലക്ഷ്യം. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന AI സംവിധാനമാണ് ശുചിത ഐ എന്നത്. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന AI സംവിധാനമാണ് ശുചിത ഐ. 2026 ജൂണിൽ റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിൽ ബഹിരാകാശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളിയാണ് അനിൽ മേനോൻ. 2026 ജൂണിൽ റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിൽ ബഹിരാകാശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളി അനിൽ മേനോൻ. പേര് അനിൽ മേനോൻ. ഏത് രാജ്യത്തിൻ്റെതാണ്? റഷ്യയുടേതാണ്. പേടകത്തിന്റെ പേര് സോയൂസ് MS-29. ഏത് വർഷമാണ്? 2026 ജൂണിൽ. തായ്ലൻഡ് ആണ് 24ാമത്തെ അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായത്. 24ാമത്തെ അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായ രാജ്യം ഏതാണ്? തായ്ലൻഡ്. നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലായ INS തമാൽ കമ്മീഷൻ ചെയ്തു. INS തമാൽ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലാണ്. നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലാണ് INS തമാൽ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായി മലയാളിയായ പ്രിയ നായർ നിയമിതയായി. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായിട്ട് നിയമിതയായ മലയാളിയാരാണ്? പ്രിയ നായർ. നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിതയാണ് ലഫ്റ്റനന്റ് ആസ്ത പുനിയ. നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിതാ ലഫ്റ്റനന്റ് ആരാണ്? ആസ്ത പുനിയയാണ്. ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ വൺ എന്നത്. ഇന്ത്യൻ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായിട്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? റെയിൽ വൺ.
കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച് 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് അബറ്റ് ബുക്ക് പ്രൈസ് ഡോക്ടർ ദിവ്യ കണ്ണൻ്റെ കണ്ടൻസ്ഡ് ചൈൽഡ് ഫുഡ്സ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിന് ലഭിച്ചു. കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് അബറ്റ് ബുക്ക് പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ദിവ്യ കണ്ണനാണ്. ഡോക്ടർ ദിവ്യ കണ്ണൻ്റെ കണ്ടൻസ്ഡ് ചൈൽഡ് ഫുഡ്സ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഡീപ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാൻ വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവന്ന ആദ്യ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. ഡീപ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാൻ വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവന്ന ആദ്യ രാജ്യം ഡെൻമാർക്ക്. സംസ്ഥാനത്തെ ആദ്യ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ കൊട്ടാരക്കടുത്ത് നെടുവത്തൂരിൽ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊട്ടാരക്കരയ്ക്കടുത്ത് നെടുവത്തൂരിലാണ്. പേരെന്താണ്? സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ആണ്. സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കരയ്ക്കടുത്ത് നെടുവത്തൂരിൽ. സംസ്ഥാനത്തെ ആദ്യത്തെ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം. വിദേശങ്ങളിൽ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായി മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ ആരംഭിച്ച നോർക്ക. മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ. തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന ആസ്ത്ര മിസൈൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചു. അപ്പം തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആകാശത്ത് നിന്നും ആകാശത്തേക്ക് തൊടുക്കുന്ന മിസൈലാണ് ആസ്ത്ര മിസൈൽ. ആസ്ത്ര. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാപഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ. കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അടുത്തത്, രാജ്യത്തെ 1ാം നമ്പർ ദേശീയോദ്യാനമായി ഇരവികുളം ദേശീയോദ്യാനവും ജമ്മു കാശ്മീരിലെ ഡച്ചിംഗം ദേശീയോദ്യാനവും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പം രാജ്യത്തെ 1ാം നമ്പർ ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് 2 ദേശീയോദ്യാനങ്ങളാണ്. അവ ഇരവികുളം ദേശീയോദ്യാനവും അതുപോലെ ജമ്മു കാശ്മീരിലെ ഡച്ചിംഗം ദേശീയോദ്യാനവുമാണ്. അപ്പം ഡച്ചിംഗം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീർ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് പോളണ്ടിന്റെ ഇഗ്വ സിയാടെക് ആണ്. ഇഗ്വ സിയാടെക്. ഫൈനലിൽ അമേരിക്കയുടെ അമൻഡ അനിസിമോവയെയാണ് പരാജയപ്പെടുത്തിയത്. 6-0 പരാജയപ്പെടുത്തി ഇഗ്വ സിയാടെക്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നർ. ഫൈനലിൽ 4-6, 6-4, 6-4 എന്ന സ്കോറിന് സ്പെയിനിന്റെ കാർലോസ് അൽക്കാരീസിനെ പരാജയപ്പെടുത്തി. അനിമേഷ് കുജൂർ ആണ് ഇന്ത്യയിലെ അതിവേഗ ഓട്ടക്കാരൻ. അനിമേഷ് കുജൂർ. സഞ്ജോഗ് ഗുപ്ത ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ CEO ആയി നിയമിതനായി. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ CEO ആയിട്ട് നിയമിതയായത് ആരാണ്? സഞ്ജോഗ് ഗുപ്തയാണ്. സഞ്ജോഗ് ഗുപ്ത. യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യ വൈദ്യുത വിമാനമാണ് ബീറ്റ ടെക്നോളജീസിന്റെ അലിയ CX-300. അലിയ CX-300 യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തിലെ ആദ്യ വൈദ്യുത വിമാനം. ബീറ്റ ടെക്നോളജീസിന്റെ അലിയ CX-300. പ്രവാഡ A. ചന്ദ്രശേഖറാണ് സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി. കേരളത്തിന്റെ ഇപ്പോഴത്തെ DGP ആര് എന്ന് ചോദിച്ചാൽ
റവാഡ എ ചന്ദ്രശേഖർ. പരാഗ് ജെയിൻ ആണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ പുതിയ മേധാവി. പരാഗ് ജെയിൻ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോയുടെ പുതിയ മേധാവിയാണ് പരാഗ് ജെയിൻ. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നു. 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലാണ്. ബ്രസീലില് റിയോ ഡി ജനീറോ. നെതർലൻഡ്സിലെ ഹേഗ് ആണ് 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി. നെതർലൻഡ്സിലെ ഹേഗ്. 2026 AI ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. 2026 AI ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിലാണ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ 2025 വാർഷിക സമ്മേളനം സ്വിറ്റ്സർലൻഡില് ജനീവയിൽ നടന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ 2025 വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? സ്വിറ്റ്സർലൻഡില് ജനീവ. അടുത്തത് പറഞ്ഞിരിക്കുന്നത് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡുകളാണ്. വിശിഷ്ടാംഗത്വം KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നിവർക്കാണ് വിശിഷ്ടാംഗത്വം. കവിത അനിത തമ്പി. മുരിങ്ങ വാഴ കറിവേപ്പ് ആരുടേതാണ്? അനിത തമ്പിയുടെ കവിതയാണ്. നോവൽ GR ഇന്ദുഗോപൻ. ആനോ എന്ന നോവൽ GR ഇന്ദുഗോപൻ. ചെറുകഥ V ഷിനിലാൽ. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. ചെറുകഥയാണ്. V ഷിനിലാലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. നാടകം ശശിധരൻ നടുവിൽ. പിത്തളശലഭം. നാടകത്തിന്റെ പേര് പിത്തളശലഭം. ശശിധരൻ നടുവിൽ. സാഹിത്യ വിമർശനം G ദിലീപൻ. രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ. വൈജ്ഞാനിക സാഹിത്യം P ദീപക്. നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ഡോക്ടർ K രാജശേഖരൻ നായർ. ഞാൻ എന്ന ഭാവം. ജീവചരിത്രം ഡോക്ടർ K രാജശേഖരൻ നായർ. യാത്രാ വിവരണം KR അജയൻ. ആരോഹണം ഹിമാലയം. KR അജയൻ. ആരോഹണം ഹിമാലയം. വിവർത്തനം ചിഞ്ചു പ്രകാശ്. ജിയോകോണ്ടബെല്ലി. എൻ്റെ രാജ്യം എൻ്റെ ശരീരം. ബാലസാഹിത്യം EN ഷീജ. അമ്മ മണമുള്ള കനിവുകൾ. ഹാസ്യ സാഹിത്യം നിരഞ്ജൻ. CB കുമാർ അവാർഡ് M സ്വരാജ്. പൂക്കളുടെ പുസ്തകം. കുറ്റിപ്പുഴ അവാർഡ് ഡോക്ടർ SS ശ്രീകുമാർ. മലയാള സാഹിത്യ വിമർശനത്തിലെ മാർക്സിയൻ സ്വാധീനം. GN പിള്ള അവാർഡ് 2 പേർക്കാണ് ലഭിച്ചത്. ഡോക്ടർ KC സൗമ്യ, ഡോക്ടർ TS ശ്യാംകുമാർ. ഗീതാ ഹിരണ്യൻ അവാർഡ് സലീം ഷെറി. പൂക്കാരൻ. യുവ കവിത അവാർഡ് ദുർഗ പ്രസാദ്. രാത്രിയിൽ അച്ചങ്കര. തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരം ഡോക്ടർ KP പ്രസീത. എഴുത്തച്ഛൻ്റെ കാവ്യഭാഷ. കങ്കണ റണൌട്ട് ആണ് ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ. ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കങ്കണ റണൌട്ട് ആണ്. വിരാജ് എന്ന ആനയാണ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം. വിരാജ് എന്ന ആന. ഉസ്ബെക് ചെസ് കപ്പ് മാസ്റ്റേഴ്സിൽ ഇന്ത്യയുടെ R പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമെന്ന നേട്ടം സ്വന്തമാക്കി സ്മൃതി മന്ദാന. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? സ്മൃതി മന്ദാന. പുരുഷ ജാവലിൻ ത്രോയില് ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് ലോക 1-ാം നമ്പർ സ്ഥാനം. പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് ലോക 1-ാം നമ്പർ സ്ഥാനം. ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക്
US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിൻ്റൺ കിരീടം. US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിൻ്റൺ കിരീടം ആയുഷ് ഷെട്ടി. ചൈനയിലാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത് ചൈനയിലാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. ഗ്രാൻഡ് പ്രീ ചെസ് ടൂറിലെ റാപ്പിഡ് വിഭാഗത്തിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷിന് കിരീടം. അണ്ടർ 21 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇംഗ്ലണ്ടാണ്. അണ്ടർ 21 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇംഗ്ലണ്ട്. അണ്ടർ 19 യൂത്ത് ഏകദിന ക്രിക്കറ്റിൽ വേഗമേറിയ സെഞ്ചുറി നേടുന്ന താരമായി ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശി. യൂത്ത് ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും വൈഭവ് സൂര്യവംശിക്കാണ്. അണ്ടർ 19 യൂത്ത് ഏകദിന ക്രിക്കറ്റിൽ വേഗമേറിയ സെഞ്ചുറി നേടുന്ന താരം ഏതാണ്? ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശിയാണ്. യൂത്ത് ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമേ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. ഇന്ത്യക്കായി ഒരു ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് എടുത്ത ആദ്യ താരമാണ് ശുഭ്മാൻ ഗിൽ. എത്രയാണ്? 430 റൺസ്. ഇന്ത്യക്കായിട്ട് ഒരു ടെസ്റ്റിലെ ഏറ്റവും അധികം റൺസ് എടുത്ത ആദ്യ താരം ശുഭ്മാൻ ഗില്ലാണ്. എത്ര റൺസാണ്? 430 റൺസ്. ഇത്രയും കാര്യങ്ങളാണ് ജൂലൈ 2025 PSC ബുള്ളറ്റിനിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.